മുറിയുടെ മധ്യത്തിൽ ഒരു സ്റ്റൂളിട്ട് അതിനു മുകളിൽ നിൽക്കുകയാണ് ദേവമ്മ. ഫാനിൽ കെട്ടിയ കയറിന്റെ അഗ്രം അവൾ സ്വന്തം കഴുത്തിൽ കുടുക്കിയിരിക്കുന്നു. തിരുമൂർത്തിയുടെ മുഖത്ത് നടുക്കവും രോഷവും മാറി മാറി പ്രതിഫലിച്ചു. നിനക്കെന്താടി കഴിവേറി മോളെ, ഭ്രാന്ത് പിടിച്ചോ? എന്തിന്റെ കുറവാടി നിനക്ക്? ദേവമ്മ ഒന്ന് നിലവിളിക്കാൻ പോലും ഭയന്നിട്ടെണ്ണവണ്ണം ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു. അവളുടെ കവിളുകളിൽ 2 കണ്ണീർ ചാലുകൾ. അവളെ പിടിക്കാനായി തിരുമൂർത്തി മുന്നോട്ടാഞ്ഞു. വേണ്ട! പൊടുന്നനെ പിന്നിൽ നിന്നൊരു കനത്ത ശബ്ദം. മൂർത്തി ഞെട്ടിത്തിരിഞ്ഞു. സ്വിച്ച് ബോർഡിനരികിൽ ചന്ദ്രൻ. വാതിൽ തുറക്കപ്പെട്ടതിൻ്റെയും ലൈറ്റു കത്തിയതിൻ്റെയും പൊരുൾ തിരുമൂർത്തി തിരിച്ചറിഞ്ഞത് ഇപ്പോൾ മാത്രം. ഫണം വിരിച്ചു നിൽക്കുന്ന ഒരു മൂർഖം പാമ്പിന്റെ മുമ്പിൽ എത്തിപ്പെട്ടതുപോലെ തിരുമൂർത്തിക്ക് തോന്നി. അനങ്ങിപ്പോകരുത് നീ, അനങ്ങിയാൽ... ചന്ദ്രൻ ഫാനിന്റെ സ്വിച്ചിലേക്ക് വിരൽ ചേർത്തു. ആ നിമിഷം ഞാൻ ഫാൻ ഇടും. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഇവൾ പിടഞ്ഞു മരിക്കും. നിന്റെ വാരിയെല്ലുകൾക്കിടയിൽ ഞാൻ കത്തിയും കയറ്റും. ചന്ദ്രേട്ടാ, അരുത്! നിലവിളിക്കും പോലെയായിരുന്നു തിരുമൂർത്തിയുടെ ശബ്ദം. നിന്റെ ഭാര്യ മരിക്കുന്നത് നിനക്കിഷ്ടമല്ല. അകത്ത് കിടന്നുറങ്ങുന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാകും. നിനക്ക് ഭാര്യയില്ലാതാകും അല്ലേ? പരിഹസിക്കും പോലെ ചന്ദ്രൻ ചിരിച്ചു. അതുമാത്രമല്ല ചന്ദ്രേട്ടാ. അയാൾ ചന്ദ്രന് അഭിമുഖമായി തിരിഞ്ഞു. ഇവൾ ചന്ദ്രേട്ടനോട് എന്ത് തെറ്റ് ചെയ്തു ഇങ്ങനെ ദ്രോഹിക്കാൻ? എന്റെ മകൾ സുനന്ദ നിന്നോട് എന്ത് ചെയ്തിട്ടാടാ നീ അവളെ കൊന്നുകളഞ്ഞത്? മൂർത്തിക്ക് ഉത്തരം മുട്ടി. പക്ഷേ നിന്നെ പോലെ നീചനല്ല ഞാൻ. അതുകൊണ്ടാണ് ഇത്ര നേരം ഇവളെ ഞാൻ കൊല്ലാതിരുന്നത്. പക്ഷേ ഇനി എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. ചന്ദ്രൻ ഇടം കൈകൊണ്ട് അരയിൽ നിന്നും കത്തിയെടുത്തു. ഞാൻ എന്ത് വേണമെന്ന് ചന്ദ്രേട്ടൻ പറ. സുനന്ദയുടെ ജീവൻ ഒഴികെ ഞാൻ അങ്ങനെ ചെയ്യാം. ചന്ദ്രന്റെ കണ്ണുകൾ ഒന്ന് കുറുകി. അയാൾ ദേവമ്മയെയും മൂർത്തിയെയും മാറി മാറി നോക്കി. 30 വയസ്സിൽ കൂടുതൽ കാണില്ല ദേവമ്മയ്ക്ക്. എനിക്ക് ലെനിൻദാസിനെ വേണം ഈ രാത്രി. നീയല്ലാതെ ഒരാൾ പോലും അവന്റെ കൂടെ കാണാനും പാടില്ല. എന്തു പറയുന്നു? മൂർത്തി ഒരു നിമിഷം ചിന്തിച്ചു. തൽക്കാലം അനുസരിക്കുന്നതാണ് ബുദ്ധി. ചന്ദ്രൻ തുടർന്നു. പക്ഷേ അതിനിടയിൽ എന്നെ കൊടുക്കാമെന്നോ കൊല്ലാമെന്നോ നീ ചിന്തിച്ചാൽ പിന്നെ ഇവളില്ല. കാൽ കഴിച്ചിട്ടെന്നവണ്ണം ദേവമ്മ ഒന്ന് അനങ്ങി. ബലമില്ലാത്ത സ്റ്റൂൾ മെല്ലെ ഒന്ന് ആടി. ദേവമ്മേ! മൂർത്തി അവൾക്കരികിലേക്ക് നീങ്ങാൻ ശ്രമിച്ചു. വേണ്ട! ചന്ദ്രൻ ഫാനിന്റെ സ്വിച്ച് ഇടാനാഞ്ഞു. മൂർത്തി നിന്നു. എന്നെ തേടി നീയും ലെനിനും എന്റെ വീട്ടിൽ വരെ പോയിരുന്നു അല്ലേടാ? ഈ രാത്രി തന്നെ തീർത്തു കളയാൻ അല്ലേ? മൂർത്തിയുടെ തല കുനിഞ്ഞു. എത്ര കരുത്തനും ധൈര്യവാനുമാണെങ്കിലും ഇത്തരം സന്ദർഭത്തിൽ പതറിപ്പോകുമെന്ന സത്യം തിരിച്ചറിയുകയായിരുന്നു അയാൾ. ഇനി ഞാൻ പറയും പോലെ നീ ചെയ്യണം. ചെയ്യുമോ? ചന്ദ്രന്റെ ശബ്ദം മൂർത്തിയെ ഉണർത്തി. ചെയ്യാം, യാന്ത്രികമായി അയാൾ മന്ത്രിച്ചു. എങ്കിൽ... ചന്ദ്രൻ പറഞ്ഞതെല്ലാം കേട്ട് മൂർത്തി തലകുലുക്കി സമ്മതിച്ചു. പിന്നെ ഫോൺ എടുത്ത് ലെനിന്റെ നമ്പറിൽ കുത്തി. പെട്ടെന്ന് തന്നെ അപ്പുറത്ത് അറ്റൻഡ് ചെയ്തു. മുതലാളി, ഞാനാ. എന്താടാ? ചന്ദ്രേട്ടൻ എവിടെയുണ്ടെന്നൊരു വിവരം കിട്ടി. മുതലാളി എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ വരണം. അതെന്താ, നിനക്ക് ആ വണ്ടിയിൽ എങ്ങോട്ട് പോന്നുകൂടെ? ലെനിന്റെ ചോദ്യം. മൂർത്തി ചന്ദ്രനെ നോക്കി. അയാൾ ഫാനിന്റെ സ്വിച്ചിൽ ഒന്ന് തടവി. അല്ല മുതലാളി, മുറ്റത്തേക്ക് കയറ്റുമ്പോൾ സുമു ഒന്ന് ചെരിഞ്ഞു. എനിക്ക് ഒറ്റയ്ക്ക് നേരെയാക്കാൻ പറ്റത്തില്ല. മൂർത്തി പെട്ടെന്ന് പറഞ്ഞു. എങ്കിൽ പിള്ളേരെ വിളിക്കടാ. അവര് മൂന്നാറിൽ പോയേക്കുമല്ലേ. മാത്രമല്ല ഈ ഓപ്പറേഷന് നമ്മൾ മാത്രം മതി. അതാ സേഫ്. ശരി, എങ്കിൽ ഞാൻ ഉടനെ വരാം. അപ്പുറത്ത് ഫോൺ കട്ടായി. ചന്ദ്രൻ കൈ നീട്ടി. ഇനി നീ ആ ഫോൺ ഇങ്ങുതാടാ. മടിയോടെ മൂർത്തി ഫോൺ കൊടുത്തു. നടക്ക് പുറത്തേക്ക്. ഭാര്യയെ ഒന്ന് നോക്കിയിട്ട് തിരുമൂർത്തി വാതിൽക്കിലേക്ക് നടന്നു. എന്നെ ദേവമ്മ എന്തോ പറയാനാഞ്ഞു. ഇതിൽ നിനക്ക് റോളില്ല, അതുകൊണ്ട് മിണ്ടുകയും വേണ്ട. ചന്ദ്രൻ പറഞ്ഞപ്പോൾ അവൾ വായടച്ചു. ഒരു തണുത്ത കാറ്റ് വീശി. ദേവമ്മ അപ്പോഴും കുടുകുടെ വിയർത്തു. അവളുടെ പച്ച ബ്ലൗസ് കറുത്ത നിറം കൊണ്ട് താഴേക്ക് നനഞ്ഞുകൊണ്ടിരുന്നു. വാതിൽക്കൽ എത്തിയിട്ട് മൂർത്തി നിന്നു. ലെനിന് യാതൊരു സംശയവും തോന്നാതിരിക്കാൻ നീ ആ സുമോ കട്ടിങ്ങിലൂടെ താഴേക്ക് ചാടിച്ചു നിർത്തും മൂർത്തി. അയാളിൽ നിന്ന് ഒരു നിശ്ചിത അകലമിട്ടായിരുന്നു ചന്ദ്രന്റെ നിൽപ്പ്. മൂർത്തി മടിച്ചു. എങ്കിൽ നീ ഭാര്യയെ വേണ്ടെന്ന് വെച്ചോ. ചന്ദ്രൻ സ്വിച്ച് ബോർഡിലേക്ക് തിരിഞ്ഞു. ഞാൻ ചെയ്യാം. മൂർത്തി വേഗം ചെന്ന് സുമോയിൽ കയറി. അത് സ്റ്റാർട്ട് ചെയ്ത് പിന്നോട്ടെടുത്തു.
അടുത്ത നിമിഷം ഫസ്റ്റ് ഗിയറിലാക്കി വലത്തേക്ക് വെട്ടിച്ച് ഒരു കുതിപ്പ്. മുന്നിൽ നിന്നിരുന്ന നേന്ത്രവാഴയും കൊണ്ട് സുമോയുടെ മുൻഭാഗം അപ്പുറത്തേക്ക് ചാടി. രണ്ട് വീലുകൾ കട്ടിങ്ങിന് അപ്പുറത്തേക്ക് ചാടി. രണ്ട് വീലുകൾ കട്ടിങ്ങിന് അപ്പുറത്തും രണ്ടെണ്ണം ഇപ്പുറത്തും. മതി. മൂർത്തി പുറത്തിറങ്ങിയപ്പോൾ സുമോയുടെ മുൻഭാഗം ഒന്ന് കുലുങ്ങി ഉയർന്നു. ഇനി പോരടാ. മൂർത്തി മടങ്ങി വന്നു. ചന്ദ്രനെ എങ്ങനെ കീഴ്പ്പെടുത്തണം എന്നതായിരുന്നു അയാളുടെ ചിന്ത. പക്ഷേ ചന്ദ്രൻ അത് തിരിച്ചറിഞ്ഞു. നടക്കില്ല മൂർത്തി. എനിക്കെതിരെ അനാവശ്യമായ ഒരു ചലനം മാത്രം മതി നിന്റെ ഭാര്യയുടെ ശരീരം ഫാനിന്റെ ഒപ്പം വട്ടം ചുറ്റിപ്പിടയാൻ. ചന്ദ്രൻ വീണ്ടും സ്വിച്ച് ബോർഡിനരികിലേക്ക് നീങ്ങി നിന്നു. അടുത്ത നിമിഷം അയാൾ മുറിയിലെ ലൈറ്റ് അണച്ചു. പിന്നെ ഒറ്റ കുതിപ്പും പടക്കം പൊട്ടുന്ന ഒച്ചയിൽ ഒരടിയുടെ ശബ്ദവും. അണ്ണാ! ഇരുളിൽ ദേവമ്മയുടെ കരച്ചിൽ. ഒരു മിനിറ്റിന് ശേഷം വീണ്ടും ലൈറ്റ് തെളിഞ്ഞപ്പോൾ തറയിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു തിരുമൂർത്തി. അയാളുടെ കൈകൾ പിന്നിലേക്ക് തിരിച്ച് ഒരു കയർ കൊണ്ട് കെട്ടിയിരിക്കുന്നു. കയർ മുറിക്കാതെ തന്നെ ഒരഗ്രം നീട്ടിയെടുത്തു. കാലുകളും വളച്ചു ചേർത്ത് കെട്ടിയിട്ടുണ്ട്. പിന്നോട്ട് വളഞ്ഞാണ് മൂർത്തിയുടെ കിടപ്പ്. ചന്ദ്രേട്ടാ! മൂർത്തി എന്തോ പറയാൻ ഭാവിച്ചു. മിണ്ടരുത്. ചന്ദ്രൻ കത്തി നീട്ടി അയാളുടെ ഷർട്ടിന്റെ ഒരു ഭാഗം അറുത്തെടുത്തു. പിന്നെ മുടിയിൽ പിടിച്ച് മുഖം തിരിച്ച് ആ തുണി ബലമായി വായിലേക്ക് കുത്തി തിരുകി. യജമാന ഭക്തി കൂടുതലുള്ളവനാ നീ. ലെനിൻ വരുമ്പോ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോയാലോ? ചന്ദ്രൻ അയാൾക്കരികിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ ഒരു കസേര നീക്കി സ്റ്റൂളിനടുത്തിടുകയും അതിൽ കയറി നിന്ന് ദേവമ്മയുടെ കഴുത്തിൽ കെട്ടിയിരുന്ന കയർ അറുത്തു മാറ്റുകയും ചെയ്തു. സ്റ്റൂളിൽ നിന്ന് താഴേക്ക് ചാടിയ ദേവമ്മ ചന്ദ്രന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ ഒന്നും ചെയ്യല്ലേ ചന്ദ്രേട്ടാ. എന്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതാക്കരുത്. ദേവമ്മേ! ചന്ദ്രൻ കസേരയിൽ നിന്നിറങ്ങി. ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ കരുണയുടെ ഒരു കണിക പോലും നീ പ്രതീക്ഷിക്കരുത്. കണ്ണിൽ ചോരയില്ലാത്ത നീചനാണിവൻ. കേരളത്തിൽ പെൺമക്കളുള്ള എല്ലാ അച്ഛന്മാരും കരുതിയിരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണമെന്ന പാഠം ഈ സമൂഹത്തിന് ഞാൻ കാട്ടിക്കൊടുക്കും. പക്ഷേ അതെങ്ങനെയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോഴത്തെ സൗകര്യം പോലെയാവും ഞാനത് ചെയ്യുന്നത്. അവളുടെ പിടിവിടുവിച്ച് അയാൾ പിന്നോട്ട് മാറി. നീ അപ്പുറത്തെ മുറിയിൽ കയറി വാതിലടച്ചോ. ഇവിടെ എന്ത് കേട്ടാലും പുറത്തേക്ക് വരരുത്. വന്നാൽ ഇവന്റെ കഴുത്ത് കണ്ടിച്ച് ഈ സ്റ്റൂളിൽ വയ്ക്കും ഞാൻ. ചന്ദ്രൻ അടുത്ത മുറിയുടെ വാതിൽക്കിലേക്ക് കൈ ചൂണ്ടി. മൂർത്തിയെ നോക്കിക്കൊണ്ട് പിന്നോട്ട് നടന്ന് ദേവമ്മ മുറിയിൽ കയറി വാതിൽ ചാരി. ചന്ദ്രൻ അതിന്റെ പുറത്തു നിന്നുള്ള ഓടാമ്പൽ വലിച്ചിട്ടു. എല്ലാം ഭദ്രം. ചന്ദ്രൻ ഉറപ്പാക്കി. ഒരു വാഹനത്തിന്റെ ഒച്ച കേട്ടു. ചന്ദ്രൻ ലൈറ്റ് അണച്ചിട്ട് പുറത്തേക്ക് ചാടി. റോഡിലൂടെ ചീറി വന്ന സിൽവർ നിറമുള്ള ഒരു ബൊലേറോ ജീപ്പ് മുറ്റത്തേക്ക് ഇരച്ചു കയറി നിന്നു. ലൈറ്റ് അണയ്ക്കാതെ ലെനിൻ വണ്ടി ഇരപ്പിച്ച് ധൃതി കൂട്ടി. ഒന്ന് വേഗം വാ മൂർത്തി. പക്ഷേ ആരും ഇറങ്ങുന്നില്ലെന്ന് കണ്ട് ലെനിൻ എഞ്ചിൻ ഓഫ് ചെയ്യാതെ ലൈറ്റ് അണയ്ക്കാതെ ഇറങ്ങി. ബൊലേറോയുടെ വെളിച്ചം തുറന്ന വാതിൽ വഴി മൂർത്തിയുടെ വീടിനുള്ളിലേക്ക് നീണ്ടു. എടാ മൂർത്തി! ലെനിൻ ഒച്ചയുയർത്തി. അടുത്ത നിമിഷം പിന്നിൽ ഒരു ചലനം. ലെനിൻ വെട്ടിത്തിരിഞ്ഞു. ചുരുട്ടിയ ഒരു കൈപ്പത്തി ചീറി വരുന്നത് മിന്നൽ പോലെ കണ്ടു. ആ! മൂക്കിനും വായ്ക്കും മീതെ കനത്ത ഇടി. ലെനിൻ ബൊലേറോയുടെ ബോണറ്റിലേക്ക് മറിഞ്ഞു. അവിടെ നിന്ന് നിവരും മുമ്പ് നെഞ്ചിന് മധ്യത്തിൽ 4-5 ഇടി കൂടി. കൂടം കൊണ്ടുള്ള പ്രഹരം പോലെ. ലെനിന്റെ തുറന്ന വായിൽ നിന്നും മൂക്കിൽ നിന്നും ഒരുപോലെ ചോര കുതിച്ചു ചാടി. പട്ടിയുടെ മോനെ, നിനക്കെന്റെ പ്രാണം വേണം അല്ലേ? ചന്ദ്രൻ അവനെ വെളിച്ചത്തിലേക്ക് തള്ളി. ലെനിൻ ബമ്പറിൽ ചെന്നിടിച്ച് തറയിലേക്ക് ഊർന്നു. അവിടെ കിടന്നുകൊണ്ടവൻ പണിപ്പെട്ട് കണ്ണു തുറന്നപ്പോൾ കണ്ടു മഹാമേരു പോലെ നിൽക്കുന്ന ചന്ദ്രനെ. ചന്ദ്രേട്ടാ! അവൻ വാ പിളർന്നപ്പോൾ ഒരു കവിൾ ചോര കൂടി നെഞ്ചിലേക്ക് വീണു. അവന്റെ മേൽചുണ്ട് രണ്ടായി പിളർന്നിരിക്കുന്നതും മൂക്ക് അകത്തേക്ക് തള്ളിയതുപോലെ ചോരക്കട്ടയായിരിക്കുന്നതും ചന്ദ്രൻ കണ്ടു. യാതൊരു തിടുക്കവും കൂടാതെ ചന്ദ്രൻ അവനെ ബന്ധിച്ചു. പിന്നെ ഒരു ചാക്കുകെട്ട് ഉയർത്തും പോലെ എടുത്ത് പിന്നിലെ സീറ്റിന്റെ ഇടയിലേക്കിട്ടു. അവിടെ കിടന്നവൻ വല്ലാതെ ഞരങ്ങി. ചന്ദ്രൻ അകത്തു പോയി തിരുമൂർത്തിയെയും എടുത്തുകൊണ്ടുവന്നു. ലെനിനു മീതെ അയാളെയും ഇട്ടു. പിന്നെ ബൊലേറോയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. റോഡിലേക്ക് ഇറങ്ങി കോവിൽക്കടവ് റോഡിലൂടെ ബൊലേറോ പാഞ്ഞുപോയി. മറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലെ വളവ് വെട്ടിത്തിരിഞ്ഞതും ചന്ദ്രൻ ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി. മറയൂർ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ വരുന്ന പാരലൽ റോഡ് വഴി ഇടിമിന്നൽ പോലെ ചീറിയെത്തിയ വെളുത്ത സുമോ വാൻ റോഡിൽ കുറുകെ നിൽക്കുന്നതും അതിൽ നിന്ന് കണ്ടെയ്നർ സാബുവും സംഘവും ചാടിയിറങ്ങുന്നതും ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അയാൾ കണ്ടു. അപകടം. തനിക്കൊറ്റയ്ക്ക് ഇത്രയും പേരെ നേരിടാനാവില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഒറ്റ സെക്കൻഡ് ഇറക്കത്തിൽ അതിവേഗം ബൊലേറോ മുന്നോട്ടെടുത്തു ചന്ദ്രൻ.
അതിനു മുന്നിൽ നിന്നും സാബുവും സംഘവും ചാടി മാറി. ഒറ്റ നിമിഷം പ്രദേശമാകെ നടുങ്ങുന്ന ഒച്ചയിൽ ബൊലേറോ സുമോയിൽ ചെന്നിടിച്ചു. സുമോ ഒരു വശം ചെരിഞ്ഞ് മറിഞ്ഞ് കരിമ്പിൻ തോട്ടത്തിലേക്ക് നിരങ്ങിപ്പോയി. ഞൊടിയിടയിൽ ചന്ദ്രൻ ഡോർ തുറന്ന് റോഡിലേക്ക് ചാടി. മറിഞ്ഞ സുമോയെ മറികടന്ന് കരിമ്പിൻ തോട്ടത്തിലേക്ക് കുതിച്ചു. അവനെ വിടരുത്! പിന്നിൽ കണ്ടെയ്നർ സാബുവിന്റെ അലർച്ച. കൊടുവാളുമോളുമായി ഗുണ്ടാസംഘം കുതിച്ചു. അവരുടെ മുന്നിൽ നിന്നിരുന്ന കരിമ്പുകൾ വെട്ടേറ്റ് ചിതറി വീണു. കാട്ടുപന്നിയുടെ കുതിപ്പ് പോലെ പാഞ്ഞു പോകുന്ന ചന്ദ്രന്റെ നിഴൽരൂപത്തിന് പിന്നാലെ അവർ പാഞ്ഞു. തോട്ടം അവസാനിച്ചു. അപ്പുറത്ത് വിളവെടുപ്പ് കഴിഞ്ഞ കരിമ്പിൻ പാടങ്ങളായിരുന്നു. മാളത്തിൽ ഒളിച്ചതുപോലെ ചന്ദ്രനെ കാണാതെയായി. ഛേ! അവർ രോഷം തീർത്തത് മുഴുവൻ കരിമ്പിനോട്. ആ സംഘം മടങ്ങിയെത്തിയപ്പോഴേക്കും സാബു ലെനിനെയും തിരുമൂർത്തിയെയും കെട്ടുകൾ അറുത്തുമാറ്റി രക്ഷപ്പെടുത്തിയിരുന്നു. കിട്ടിയോടാ? മൂർത്തി അലറി. ഇല്ല, ഇന്നിനെ നോക്കണ്ട, പണി വേറെയുണ്ട്. ലെനിൻ ബുദ്ധിമുട്ടി സംസാരിച്ചു. മൂർത്തി, മറിഞ്ഞ സുമോ ഇവിടെ കിടക്കട്ടെ, ബൊലേറോ ഓടുമോന്ന് നോക്ക്. മൂർത്തി ബൊലേറോയിൽ കയറി. അത് സ്റ്റാർട്ട് ചെയ്ത് പിന്നോട്ടെടുത്തു. അതിന്റെ ഒരു ഹെഡ്ലൈറ്റും മുൻഭാഗം അത്രയും തകർന്നിരുന്നു. റേഡിയേറ്റർ പൊട്ടി. ചൂടുവെള്ളം റോഡിലേക്കിറ്റു. എല്ലാരും ഇതിൽ കയറ്, മുൻസീറ്റിൽ കയറുന്നതിനിടയിൽ ലെനിൻ പറഞ്ഞു. പെട്ടെന്ന് മറിഞ്ഞ സുമോയ്ക്കുള്ളിൽ ഒരു ഞരക്കം. അവർ തിരിഞ്ഞു നോക്കി. ഡോറിന്റെ ഗ്ലാസ് ഭാഗത്തുകൂടി ഡ്രൈവർ ഞെരുങ്ങി പുറത്തിറങ്ങുന്നു. അവർ അവനെ താങ്ങി പിടിച്ച് റോഡിലിറക്കി. അവന്റെ ഒരു കാൽ ഒടിഞ്ഞു തൂങ്ങിയതുപോലെ ആയിരുന്നു. ഇവൻ ആ സുമോയുമായി വന്നപ്പോൾ ആക്സിഡന്റ് പറ്റിയതാണ്. അങ്ങനെ മറ്റുള്ളവർ അറിയാവൂ. ചന്ദ്രന്റെ പേര് ഒരിടത്തും വരരുത്, ലെനിൻ നിർദ്ദേശിച്ചു. മറ്റുള്ളവർ ഡ്രൈവറെ കൂടി താങ്ങി പിടിച്ച് ബൊലേറോയിൽ കയറ്റി. നേരം പുലരാറായിരുന്നു. രാവിലത്തെ ബസ്സിലാണ് ചന്ദ്രൻ ചൂരക്കുളത്തെത്തിയത്. ഇടയ്ക്കിടെ അയാൾ ചുറ്റും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലെനിന്റെയോ മൂർത്തിയുടെയോ ആളുകൾ തന്നെ തേടി വരുന്നുണ്ടോ? മെറ്റൽ പാകിയ വഴിയിലൂടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ചന്ദ്രൻ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ലെനിനും തിരുമൂർത്തിയും അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് സുമത്തെയും മോനെയും എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ അവരെയും ആ ചെകുത്താന്മാർ ആക്രമിച്ചേക്കും. ഉടുമൽപേട്ടയിൽ താമസിക്കുന്ന സുമത്തിന്റെ ചേച്ചിക്ക് അരികിലേക്ക് പറഞ്ഞുവിടാമെന്ന് ചന്ദ്രൻ ഉറച്ചു. ട്രാക്ടർ എവിടെയെന്ന് സുമൻ ചോദിച്ചാൽ പറയാനൊരു മറുപടി ചന്ദ്രൻ കരുതിയിട്ടുണ്ട്. വർക്ക്ഷോപ്പിലായിരുന്നെന്നും അതുകൊണ്ട് മടങ്ങി വരാൻ വൈകിയതെന്നും. പക്ഷേ മറ്റാരും അറിയാതിരുന്നിട്ടും കണ്ടെയ്നർ സാബുവും സംഘവും ആ നേരത്ത് അവിടെ എത്തിയതെങ്ങനെയാണെന്ന് പിടികിട്ടുന്നില്ല. എതിരെ വന്ന അയൽക്കാരോടൊക്കെ കുശലം പറഞ്ഞ് ചന്ദ്രൻ വീടിന്റെ മുന്നിലെത്തി. മുറ്റത്ത് നിന്നിരുന്ന വാഴ കാറ്റിൽ ചാഞ്ഞു നിൽക്കുന്നു. വീടിന്റെ വാതിൽ തുറന്നിട്ടില്ല. മഴയും തണുപ്പും കാരണം സുമയും മോനും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. തന്നെ ഏറെ നേരം കാത്തിരുന്നിട്ടുണ്ടാവും അവൾ. സുനന്ദ പോയതോടെ മോന് പേടിയാണ്. സന്ധ്യ കഴിയുമ്പോൾ മുതൽ അവൻ തന്നെ തിരക്കിക്കൊണ്ടിരിക്കും. സുമം വിളിച്ചുകൊണ്ട് ചന്ദ്രൻ വാതിലിൽ തട്ടി. അടുത്ത നിമിഷം വാതിൽപ്പാളി അകത്തേക്ക് മാറി. നെറ്റി ചുളിച്ചുകൊണ്ട് ചന്ദ്രൻ ബാക്കി കൂടി തള്ളി തുറന്നു. ഉള്ളിലേക്ക് കാൽവെച്ചതും അയാൾ തീയിൽ ചവിട്ടിയതുപോലെ ഞെട്ടി. പിന്നെ ഒറ്റ അലർച്ചയായിരുന്നു. മോനെ, സുമം! കാൽക്കീഴിലെ ഭൂമി ഇരുഭാഗത്തേക്ക് മാറുന്നതുപോലെ അയാൾക്ക് തോന്നി. ആ കൊച്ചു വീട് തനിക്ക് ചുറ്റും വട്ടം കറങ്ങുന്നത് പോലെയും. ചന്ദ്രന്റെ അലർച്ച കേട്ട് അയൽക്കാർ ഓടിയെത്തി. അവർ നോക്കുമ്പോൾ കട്ടിളയിൽ തലയമർത്തി നിന്ന് വിറയ്ക്കുകയാണ് ചന്ദ്രൻ. മുറിക്കുള്ളിൽ കഴുക്കോലിൽ തൂങ്ങിക്കിടക്കുന്ന രണ്ട് ശരീരങ്ങൾ, സുമവും മകനും. ചന്ദ്ര! ആരോ അയാളുടെ തോളിൽ കൈവച്ചു. അതാരാണെന്ന് അയാൾ അറിഞ്ഞില്ല. കട്ടിലയിലൂടെ നിരങ്ങി താഴേക്കിരുന്നു. പെട്ടെന്ന് മെട്രോ റോഡിനെ വിറപ്പിച്ചുകൊണ്ട് ഒരു ജീപ്പ് ഇരമ്പി പാഞ്ഞു വന്നു. വീടിന് മുന്നിൽ അത് ബ്രേക്കിട്ടു. കാക്കിധാരികൾ അതിനുള്ളിൽ നിന്ന് ചാടിയിറങ്ങി. ചന്ദ്രന്റെ വീട്ടിലേക്ക് അയൽക്കാർ ഓടിക്കൂടുന്നത് കണ്ട് കാക്കിധാരികൾ പരസ്പരം നോക്കി. എന്താ ഇവിടെ? ഹെഡ് കോൺസ്റ്റബിൾ തോമസ് ചാക്കോ ഒരാളോട് തിരക്കി. ചന്ദ്രന്റെ ഭാര്യയും മകനും തൂങ്ങിച്ചത്തു. തോമസ് ചാക്കോയുടെ മിഴികൾ ഒന്നിടുങ്ങി. ചന്ദ്രൻ! തറയിൽ കുത്തിയിരുന്ന് വിലപിക്കുന്ന ചന്ദ്രന് നേർക്ക് അയാൾ കൈ ചൂണ്ടി. പോലീസുകാർക്ക് കണ്ണുകൊണ്ട് ഒരടയാളം കാട്ടിയിട്ട് തോമസ് ചാക്കോ മുന്നോട്ട് ചെന്നു. മുറിയിലേക്ക് എത്തി നോക്കി. രംഗം കണ്ടു. പിന്നെ ചന്ദ്രന്റെ തോളിൽ തട്ടി. എഴുന്നേൽക്ക്. ചന്ദ്രൻ മുഖം തിരിച്ചു. സാറേ, എൻ്റെ ഭാര്യയും മോനും അവരൊരിക്കലും ഇങ്ങനെ ചാകത്തില്ല സാറേ. കൊന്നതാ, അവരെ കൊന്നതാ, എനിക്ക് ഉറപ്പാ. തോമസ് ചാക്കോ അത് ശ്രദ്ധിച്ചില്ല. എഴുന്നേൽക്കടാ. അയാളുടെ സ്വരം മാറി തുടങ്ങി. ചന്ദ്രന്റെ പുരുകൻ ചുളിഞ്ഞു. സാർ! എടാ, എഴുന്നേൽക്കാൻ! തോമസ് ചാക്കോ ബലമായി അയാളുടെ കാക്കി ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വലിച്ചുയർത്തി. അയൽക്കാർ അമ്പരപ്പോടെ പരസ്പരം നോക്കി. സാർ, എന്നെ മിണ്ടരുത്. യു ആർ അണ്ടർ അറസ്റ്റ്.
സാർ, ചന്ദ്രൻ കിടുങ്ങി. എൻ്റെ ഭാര്യ മോനും അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഞങ്ങൾ വിശദമായി അന്വേഷിച്ചോളാം. നീ തന്നെയാണോ ഇത് ചെയ്തതെന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അമ്പരപ്പിൽ ചന്ദ്രന്റെ വായ് തുറന്നുപോയി. തോമസ് ചാക്കോ അയൽക്കാരെ നോക്കി. ഇവനെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, രാത്രിയിൽ ഒരു പരാതി കിട്ടിയതിന്റെ പേരിൽ. ഞാൻ എന്ത് ചെയ്തു സാറേ? സങ്കടവും കോപവും ഒന്നിച്ചുണ്ടായി ചന്ദ്രന്. അയാൾ തോമസ് ചാക്കോയുടെ കൈ തട്ടി മാറ്റാൻ ഭാവിച്ചു. അടുത്ത നിമിഷം തോമസ് ചാക്കോ കൈ വീശിയടിച്ചു ചന്ദ്രന്റെ കവിളത്ത്. നായിന്റെ മോനെ, മരണം നടന്ന വീടാണെന്ന് നോക്കത്തില്ല ഞാൻ. ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തിട്ട് നിന്ന് നടിക്കുന്നോ? അയാൾ പോലീസുകാർക്ക് നേരെ ചന്ദ്രനെ തള്ളി. ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ചന്ദ്രൻ പോലീസുകാരുടെ കൈകളിൽ കിടന്ന് കുതറി. അത് കാര്യമാക്കാതെ അവർ അയാളെ ജീപ്പിലേക്ക് ബലമായി നടത്തി. ജനം മിഴിച്ചു നിന്നു. സാർ, എൻ്റെ ഭാര്യയും മോനും. ചന്ദ്രൻ പോലീസുകാരുടെ കൈകളിൽ കുതറിക്കൊണ്ടിരുന്നു. പിടിപിടിക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ അയാൾ റോഡിലേക്കിരുന്നു. എഴുന്നേൽക്കടാ, തോമസ് ചാക്കോ അലറി. ചന്ദ്രൻ എഴുന്നേറ്റില്ല. പോലീസുകാർ അയാളെ വലിച്ചിഴിച്ച് ജീപ്പിന് പിന്നിലെത്തിച്ചു. ജനം നോക്കി നിന്നതേയുള്ളൂ. കുന്നിറങ്ങി വന്ന ഒരു കാറ്റ് വൃക്ഷങ്ങളെ പിടിച്ചു കുലുക്കി. ഇലകളിൽ പറ്റിപ്പിടിച്ചിരുന്ന മഴത്തുള്ളി കണ്ണീർ മുത്തുകൾ പോലെ അവർക്ക് മീതെ ചിതറി വീണു. പോലീസുകാർ ചന്ദ്രനെ വലിച്ചുയർത്തി ജീപ്പിനുള്ളിലേക്കിട്ടു. പിന്നെ അവരും ചാടിക്കയറി. ജീപ്പ് മുന്നോട്ട് നീങ്ങുമ്പോൾ അവർ പിന്നിലെ പടുത അഴിച്ചു താഴ്ത്തി. ഹെഡ് കോൺസ്റ്റബിൾ തോമസ് ചാക്കോ ഒരു വിലങ്ങെടുത്ത് പോലീസുകാർക്ക് കൊടുത്തു. അവർ ചന്ദ്രന്റെ ഒരു കൈയിൽ അത് മുറുക്കി. പിന്നെ ജീപ്പിന്റെ മുകൾ ഭാഗത്തെ കമ്പിയിലൂടെ വിലങ്ങിന്റെ മറ്റേ അറ്റം കടത്തിയിട്ട് അടുത്ത കൈയും ബന്ധിച്ചു. ഇപ്പോൾ ചന്ദ്രൻ നിൽക്കുകയുമല്ല ഇരിക്കുകയുമല്ല എന്ന അവസ്ഥയിലായി. സാറേ, ചന്ദ്രൻ എന്തോ പറയാനാഞ്ഞു. ആ നിമിഷം നെഞ്ചത്തും പുറത്തും ഇടി കിട്ടിത്തുടങ്ങി. അയ്യോ, അയാൾ നിലവിളിച്ചു. പട്ടിയുടെ മോനെ, മിണ്ടിപ്പോകരുത്. ഇനിയുള്ള കാലം നിന്റെ ജീവിതം ജയിലിനുള്ളിൽ തന്നെയാടാ. ഒരു ബലാത്സംഗം, പിന്നെ ഹോസ്പിറ്റലിൽ കയറി ഞങ്ങളുടെ സക്കറിയ സാറിനെ അടിച്ച് പൊട്ടിച്ചത്. പിന്നോട്ട് നോക്കി തോമസ് ചാക്കോ പല്ലിറുമി. സക്കറിയ സാറിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുക, നിനക്കറിയാമോ? അത് കേട്ടപ്പോൾ ഘോര മർദ്ദനമേൽക്കുന്നതിനിടയിലും ചന്ദ്രന് അല്പം ആഹ്ലാദം തോന്നി. പക്ഷേ താൻ ആരെ ബലാത്സംഗം ചെയ്തെന്നാണ് ഇവർ പറയുന്നത്? ചന്ദ്രന് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല അത്. അപ്പോൾ തിരുമൂർത്തിയുടെ വീട്ടിലുണ്ടായിരുന്നു ലെനിൻ. അവർക്ക് മുന്നിൽ നിന്ന് മൂർത്തിയുടെ ഭാര്യ ദേവമ്മ ചീറി. ഇല്ല, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനൊരു കള്ളം പറയാൻ എന്നെ കിട്ടില്ല. ചന്ദ്രേട്ടൻ എന്നോട് മാന്യത വിട്ട് പെരുമാറിയിട്ടില്ല. പിന്നെ സ്റ്റൂളിൽ കയറ്റി നിർത്തി ഫാനിൽ കെട്ടിയിട്ടത് അത് നിങ്ങളുടെ പ്രവൃത്തിദോഷം ഒന്നുകൊണ്ട് മാത്രമാ. ദേവമ്മ മൂർത്തിക്ക് നേരെ കൈ ചൂണ്ടി. അയാൾക്കാകെ പെരുത്തു കയറുകയാണ്. ലെനിനെ ഒന്ന് നോക്കിയിട്ട് അയാൾ ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞ് പല്ലുറുമി. പട്ടിച്ചി, ഒറ്റ ചവിട്ടിന് നിന്റെ അടിവയർ കലക്കും ഞാൻ. പറയുന്നത് എന്താണെന്ന് വെച്ചാ അതങ്ങ് അനുസരിച്ചാ മതി. ദേവമ്മയുടെ കണ്ണുകളിൽ ചുവപ്പുരാശി പടർന്നു. നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ എന്നോട് ഇങ്ങനെ പറയാൻ? ഒരുത്തൻ എന്നെ ബലാത്സംഗം ചെയ്തെന്ന് പോലീസിൽ പറയണമെന്ന്? നിങ്ങളെ ഒരാണാണോ? നാളെ അത് ജനങ്ങൾ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും അവരെന്നെ നോക്കുക? എന്റെ കുഞ്ഞുങ്ങളെങ്ങനെ പുറത്തിറങ്ങി നടക്കും? അതും പോട്ടെ, മറ്റൊരുത്തൻ നാശമാക്കിയ എന്റെ ഭർത്താവെന്ന് പറയാൻ നിങ്ങൾക്ക് മടിയില്ലേ? ദേവമ്മയുടെ വാക്കുകളിൽ പുച്ഛം തിങ്ങി. എടീ, അവൾക്ക് നേരെ കൈയോങ്ങി മൂർത്തി മുന്നോട്ട് കുതിച്ചു. വാതിൽക്കൽ ഭീതിയോടെ നിന്നിരുന്ന കുട്ടികൾ നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. മൂർത്തി! ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ട് കൗതുകത്തോടെ എല്ലാം നോക്കിയിരിക്കുകയായിരുന്ന ലെനിൻ വിളിച്ചു. അതോടെ മൂർത്തി നിന്നു. ഇങ്ങനെയാണോ സ്ത്രീകളോട് സംസാരിക്കുന്നത്? ദേവമ്മയെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. സംസാരിക്കുമ്പോൾ പോലും ലെനിന് മൂക്കിലും ചുണ്ടിലും വലിച്ചിൽ അനുഭവപ്പെട്ടു. പിളർന്നുപോയ ചുണ്ടിൽ സ്റ്റിച്ചിട്ട് ബാൻഡേജ് ചെയ്തിരുന്നു. മൂക്കിനു മീതെയും. ലെനിൻ കസേരയിൽ മുന്നോട്ടാഞ്ഞ് സാവധാനം വിളിച്ചു. ദേവമ്മേ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. അവൾ മിണ്ടിയില്ല. അവൻ തുടർന്നു. ഇന്നലെ ആ ചന്ദ്രൻ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയതിന് നീ സാക്ഷിയല്ലേ? എന്നെയും മൂർത്തിയെയും കൊല്ലാൻ വേണ്ടിയാണ് അയാൾ കൊണ്ടുപോയത്. ഞങ്ങളുടെയും പിന്നെ ദേവമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ലെനിൻ ഒന്ന് നിർത്തി. സിഗരറ്റ് കുറ്റി തറയിലിട്ട് ചവിട്ടി അരച്ചു. ഈ മൂർത്തിയെ അയാൾ കൊന്നിരുന്നെങ്കിൽ ദേവമ്മയ്ക്ക് അത് താങ്ങാൻ കഴിയുമായിരുന്നോ? ഇല്ലെന്ന ഭാവത്തിൽ ദേവമ്മ തലയിളക്കി. ഇനിയാണെങ്കിലും ഏത് നിമിഷവും അയാൾ ഇങ്ങെത്തിയേക്കും. അതുണ്ടാകാതിരിക്കാൻ ഒരു ചെറിയ മുൻകരുതൽ, അത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. പോലീസുകാരിൽ ചിലർ മാത്രമേ ഇങ്ങനൊരു പരാതിയെക്കുറിച്ച് അറിയൂ. അല്ലാതെ പത്രക്കാരോ ചാനലുകാരോ
ഇവിടുത്തെ ജനങ്ങളോ ഒന്നും അറിയില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. എന്താ? ദേവമ്മ വല്ലാതായി. ലെനിന്റെ മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറയാൻ അവൾ മടിച്ചു. അവളുടെ മൗനം ലെനിന് ആവേശമായി. അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഒരു കാരണം വേണം. അതിന് മാത്രമാണ് ദേവമ്മയുടെ പരാതി. ദേവമ്മ ലെനിനെയും തിരുമൂർത്തിയെയും മാറി മാറി നോക്കി നിന്നതേയുള്ളൂ. ലെനിൻ മേശപ്പുറത്തിരുന്ന കവറിൽ നിന്ന് എഴുതി തയ്യാറാക്കിയ പരാതി എടുത്ത് നിവർത്തി വെച്ചു. അതിനു മീതെ തന്റെ പോക്കറ്റിൽ നിന്നെടുത്ത ഗോൾഡൻ പേനയും വച്ചു. ഇനി ദേവമ്മയുടെ ഇഷ്ടം. അവൻ പുറത്തിറങ്ങി മുറ്റത്ത് നിന്നു. താഴെ കട്ടിങ്ങിലേക്ക് ചാടിയ നിലയിലായിരുന്ന സുമോ മുറ്റത്തേക്ക് വലിച്ചു കയറ്റിയിട്ടിരുന്നു. തിരുമൂർത്തി ഭാര്യയ്ക്കരിയിലേക്ക് നീങ്ങി നിന്ന് ശബ്ദം താഴ്ത്തി. ലെനിൻ മുതലാളി ഒരു കാര്യം പറഞ്ഞിട്ട് നീ അനുസരിക്കാതിരുന്ന നമുക്ക് ജീവിക്കണേ. മുതലാളിയുടെ സഹായം വേണമെന്ന് നിനക്കറിയാമല്ലോ. എന്നാലും ദേവമ്മ സങ്കടപ്പെട്ടു. ഒരെന്നാലുമില്ല. ഇത്തവണ ഇലക്ഷനും മുതലാളി ജയിക്കും. പിറ്റേ ആഴ്ചയിൽ നിനക്കൊരു സർക്കാർ ജോലി കിട്ടും. മുതലാളി എനിക്ക് ഉറപ്പ് തന്നേക്കുക. നമ്മുടെ പിള്ളേര് നല്ല നില ജീവിക്കണ്ടേ. അതോർത്തെങ്കിലും നീ. ആ വാചകം ദേവമ്മയുടെ മനസ്സിൽ തൊട്ടു. ഒന്നും പറയാതെ അവൾ പേനയെടുത്ത് പരാതിയിൽ ഒപ്പുവെച്ചു. സന്തോഷത്തോടെ തിരുമൂർത്തി അതെടുത്തു. പെട്ടെന്നാണ് ദേവമ്മ തിരക്കിയത്. എന്നെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി പരിശോധിപ്പിക്കത്തില്ലേ? ഒരു നിമിഷം മൂർത്തിയുടെ കണ്ണുകൾ കുറുകി. എങ്കിലും പെട്ടെന്ന് പറഞ്ഞു, ഇല്ല, അതിന് വേണ്ടതൊക്കെ മുതലാളി ചെയ്തോളൂ. അയാൾ കടലാസ് മടക്കി ഭദ്രമായി കവറിൽ വെച്ചു. പിന്നെ അതും പെനയുമായി ലെനിന്റെ അടുത്തേക്ക് ചെന്നു. അവൾ ഒപ്പിട്ടു. മുതലാളി. ലെനിന്റെ മുഖം തെളിഞ്ഞു. ഇനി പന്ത് തൻ്റെ കോട്ടിലാണ്. 2 കുട്ടികളുടെ അമ്മയാണെങ്കിലും ദേവമ്മ സുന്ദരിയാണ്. അവൾ ബലാത്സംഗത്തിന് ഇരയായെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചു പോകും. എങ്കിൽ വണ്ടിയെടുക്കും മൂർത്തി, നമുക്ക് പോകാം. ഞൊടിയിടയിൽ തിരുമൂർത്തി ആ കറുത്ത സുമോയുടെ ഡ്രൈവിംഗ് സീറ്റിലെത്തി. ലെനിനും കയറി. പെട്ടെന്ന് അവൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. അവൻ നമ്പർ നോക്കി. തോമസ് ചാക്കോ സാറാ പറഞ്ഞുകൊണ്ട് ഫോൺ കാതോട് ചേർത്തു. അവനെ കിട്ടിയോ സാറേ? കിട്ടി. ലെനിന് സന്തോഷമായി. ഇനി എന്തു ചെയ്യാൻ പോകുന്നു? അവനെ അറസ്റ്റ് ചെയ്തതിന് സാക്ഷികളുണ്ട്. എങ്കിലും എന്തു വേണമെന്ന് ലെനിൻ പറ. എന്തായാലും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ വേണ്ട. പിന്നെ ഇരുട്ടളക്കുടി കോളനിയിലേക്ക് പോകുന്ന ഭാഗത്ത് എൻ്റെ ഒരു പഴയ വീട് കിടപ്പില്ലേ, അവിടേക്ക് വിട്ടോ. അതാകുമ്പോൾ സേഫാ. പിൻഭാഗത്തെ വാതിൽ തുറന്നു കിടക്കുക. അതുവഴി അവൻ അകത്ത് കയറ്റി കെട്ടിയിടണം. 2 പേരെ കാവലും നിർത്തണം. ലെനിൻ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ തുടർന്നു. എന്നിട്ട് സാറ് വീണ്ടും ചിറക്കുളത്തേക്ക് പോകണം. അവൻ്റെ വീട്ടിലേക്ക്. വീടും പരിസരവും അരിച്ചു പെറുക്കുന്നതായി ഭാവിക്കണം. എന്നിട്ട് പറയണം ചന്ദ്രൻ ജീപ്പിൽ നിന്ന് ചാടിപ്പോയെന്ന്. അല്ല, അത് തോമസ് ചാക്കോ എന്തോ പറയാൻ ഭാവിച്ചു. സാറ് അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. കുറച്ചു നേരത്തേക്ക് അവൻ എനിക്ക് വേണം. പിന്നെ സാറന്മാരെ വേണ്ട വിധത്തിൽ ഞാൻ ഗൗനിച്ചോളാം. അത്രയും പറഞ്ഞിട്ട് മറുപടിക്ക് കാക്കാതെ ലെനിൻ ഫോൺ പോക്കറ്റിലിട്ടു. പിന്നെ കൈകൾ കോർത്ത് ശിരസിന് പിന്നിൽ അമർത്തി അവൻ ഞൊട്ട വിട്ടുകൊണ്ട് ചൂളമടിച്ചു. അപ്പോൾ ചുണ്ടിലെ മുറിവിൽ മുളക് വീണ നീറ്റലുണ്ടായി. മൂർത്തി. ലെനിൻ അയാളുടെ നേരെ തിരിഞ്ഞു. സുമോ അപ്പോൾ മണ്ണാരപ്പെട്ടിയിൽ എത്തിയിരുന്നു. ബസ് സ്റ്റാൻഡിൽ നല്ല തിരക്കായിരുന്നു. എന്താ മുതലാളി? ഇന്നും നാളെയും കൊണ്ട് നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. മറ്റന്നാൾ ശിവജിയെ ജയിലിൽ നിന്ന് വിടും. അറിയാതെ ഒരു ഞെട്ടൽ. മൂർത്തിയുടെ കാൽ ബ്രേക്കിൽ ആഞ്ഞമർന്നു. പിന്നിൽ വന്ന ഒരു കാർ സഡൻ ബ്രേക്കിട്ട് ഹോൺ നീട്ടിയടിച്ചു. മൂർത്തി തല പുറത്തേക്ക് നീട്ടി. ആ മുഖം കണ്ടതോടെ പിന്നിൽ വന്നവർ അടങ്ങി. നീ എന്താ ഭയന്നു പോയോ ശിവജി വരുമെന്ന് കേട്ടപ്പോ? ഇല്ല. മൂർത്തി ചിരിക്കാൻ ശ്രമിച്ചു. അവൻ വരട്ടടാ. നമുക്കെതിരെ കളിക്കാൻ ഈ ഭൂമിയിൽ ചവിട്ടി നിൽക്കാൻ പോലും അവന് കഴിയില്ല. മൂർത്തി സുമ മുന്നോട്ടെടുത്തു. ലെനിൻ തുടർന്നു. പക്ഷേ അവൻ വരുമ്പോ അവനോട് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ മീനാക്ഷി അമ്മയ്ക്കോ ദുർഗയ്ക്കോ കഴിയരുത്. മനസ്സിലായതുപോലെ മൂർത്തി തലയാട്ടി. ഈ നേരത്ത് ശർക്കര ഷെഡിൽ എത്തിക്കഴിഞ്ഞിരുന്നു മീനാക്ഷി അമ്മയും ദുർഗയും ചെല്ലനും. കരാറുകാരൻ അവറാച്ചൻ ശർക്കര കെട്ടുകൾ തൂക്കി ടെമ്പോയിലേക്ക് മാറ്റുകയായിരുന്നു. അവരെ കണ്ടതും അയാൾ പറഞ്ഞു, രാത്രി കൂടി ജോലി ചെയ്താലും വേണ്ടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ തോട്ടത്തിലെ കരിമ്പ് മുഴുവൻ ശർക്കര ആയിരിക്കണം. ഇത് മുഴുവനുമോ? ദുർഗ അമ്പരന്നു. 3 ആഴ്ചയെങ്കിലും വേണ്ടിവരും ഇത് മൊത്തം ഉണ്ട പിടിക്കാൻ. അതൊന്നും എനിക്കറിയത്തില്ല. ഒരാഴ്ച ഞാൻ നോക്കും. നിങ്ങളെ കൊണ്ട് പറ്റിയില്ലേല് തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ ആളെ ഇറക്കും. അതെന്തു പണിയാ? ദുർഗയ്ക്ക് ദേഷ്യം വന്നു. അവളെ തടഞ്ഞുകൊണ്ട് മീനാക്ഷിയമ്മ സംസാരിച്ചു. എന്താ അവറാച്ച ഇങ്ങനെ പറയുന്നത്? 1.5 മാസം കൊണ്ട് ശർക്കര പിടിക്കണമെന്നല്ലായിരുന്നോ നമ്മുടെ വ്യവസ്ഥ? എന്നിട്ടിപ്പോ
വ്യവസ്ഥയൊക്കെ അങ്ങനെ കിടക്കും മീനാക്ഷി അമ്മേ. ശർക്കരയ്ക്ക് ഇപ്പം ഇത്തിരി ഡിമാൻഡ് കൂടുതലാ. ഓണം വരികയല്ലേ. നിങ്ങൾക്ക് വയ്യെങ്കിൽ പറഞ്ഞോ, നമുക്ക് കണക്ക് നോക്കാം. കണക്ക് നോക്കിയാൽ അഡ്വാൻസ് വാങ്ങിയിരിക്കുന്ന പണത്തിൽ നല്ലൊരു ഭാഗം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് മീനാക്ഷി അമ്മയ്ക്ക് അറിയാം. ദുർഗ പല്ലിറുമെന്നത് അവറാച്ചൻ കണ്ടു. കോപിച്ചിട്ടൊന്നും കാര്യമില്ല പെണ്ണെ. 10 കാശ് കിട്ടാൻ വേണ്ടി തന്നെ ഞാനിത് കരാറെടുത്തത്. എന്നെക്കൊണ്ട് കൂടുതൽ പറയിക്കണ്ട. നിങ്ങളെ കാണാൻ ഇവിടെ പലരും വരും. പിറ്റേന്ന് കേൾക്കുന്നത് എന്തെങ്കിലും അത്യാഹിതമാ. എന്തു കേട്ടെന്നാ? ദുർഗ തർക്കിച്ചു. അറിയത്തില്ലേ, സുനന്ദ എന്നൊരു പെണ്ണിവിടെ വന്നു. എന്നിട്ട് അവളെന്തിയേ? ഇന്നലെ ഒരു ചന്ദ്രനെ ഇവിടെ വന്നില്ലേ? അയാളുടെ ഭാര്യയും മോനും തൂങ്ങി നിൽക്കുന്നെന്ന് പറയുന്ന കേട്ടു. ഞെട്ടിപ്പോയി ദുർഗയും മീനാക്ഷിയമ്മയും. വെയിൽ ശരിക്ക് പരന്നിട്ടില്ലെങ്കിൽ കൂടി ഇരുവരും വിയർത്തു തുടങ്ങി. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ എനിക്ക് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറിയിറങ്ങാനേ നേരം കാണും. അതുകൊണ്ട് ഒരാഴ്ച അത്രയും കൂടി ഞാൻ നോക്കൂ. ചുമട്ടുകാർ ശർക്കര കെട്ടുകൾ ടെമ്പോയിൽ കയറ്റി കഴിഞ്ഞിരുന്നു. അവറാച്ചനും തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. പെട്ടെന്ന് ദുർഗ മുന്നോട്ട് നീങ്ങി. അവറാച്ചായനൊന്ന് നിന്നേ. അയാൾ നിന്നു. തല മാത്രം തിരിച്ചു നോക്കി. ഞങ്ങളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാൻ ഇങ്ങനെ ഒരു ബുദ്ധി പറഞ്ഞു തന്ന ആരാ? ലെനിനാണോ? വിളറിപ്പോയി അവറാച്ചൻ. ലെനിനോ? ഏത് ലെനിൻ? ഉരുണ്ട് കളിക്കല്ലേ അച്ചായ, എനിക്കെല്ലാം മനസ്സിലായി. അവളുടെ ഭാവം മാറിത്തുടങ്ങി. ഒരാഴ്ചയല്ല, ഇനി 1 മാസമായാലും ഞങ്ങൾ തന്നെ ഈ തോട്ടത്തിലെ ശർക്കര പിടിക്കൂ. ഒരു തമിഴ്നാട്ടുകാരനും ഇവിടെ കാലുകുത്തത്തില്ല. അവറാച്ചന്റെ മുഖവും ചുവന്നു. ഭീഷണിയാണോ? അതെ. അവളും വിട്ടുകൊടുത്തില്ല. മോളെ, മീനാക്ഷിയമ്മ അവളെ തടഞ്ഞു. അമ്മ ചുമ്മാതെ നിന്നാട്ടെ. ഇവിടെയൊക്കെ തോറ്റുപോയാ ഈ കാന്തല്ലൂര് പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അമ്മേ. അപ്പൊ കാണാം. മുണ്ടു മടക്കി കുത്തി ഉണങ്ങിയ കരിമ്പോലകൾക്ക് മീതെ കൂടി രോഷത്തോടെ അവറാച്ചൻ നടന്നു. ആ കാണാം. എന്നാൽ അവറാച്ചൻ പെട്ടെന്ന് നിന്നു. മറ്റന്നാൾ ശിവജി ജയിലിൽ നിന്ന് ഇറങ്ങും എന്നുള്ള അഹങ്കാരമാണ് നിനക്ക് അല്ലേ? മീനാക്ഷി അമ്മയ്ക്കും ദുർഗയ്ക്കും അത് പുതിയ അറിവായിരുന്നു. ശരീരത്തിലൂടെ ഒരു കോരിത്തരിപ്പ് പാഞ്ഞു പോയത് ഇരുവരും അറിഞ്ഞു. ശിവജി വരുന്നു. അവരുടെ ചിന്തയെ മുറിച്ചുകൊണ്ട് അവറാച്ചന്റെ ശബ്ദമുയർന്നു. പക്ഷേ അവനീ കാന്തല്ലൂരോ മറയൂരോ കാലുകുത്തത്തില്ല. നിങ്ങൾ നോക്കിക്കോ. അയാൾ ചെന്ന് ടെമ്പോയിൽ കയറി. കറുത്ത പുകയുടെ ഒരു വലയം സൃഷ്ടിച്ചുകൊണ്ട് ടെമ്പോ കുന്നിറങ്ങി. ഏട്ടനോട് ഇങ്ങ് വരട്ടെ. ഈ അവറാച്ചനൊക്കെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ദുർഗ പെറുപെറുത്തു. ദേ, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ജയിലിൽ നിന്ന് എൻ്റെ കുഞ്ഞിങ്ങോട്ട് മടങ്ങി വരുന്നത് വീണ്ടും അങ്ങോട്ട് പോകാനല്ല. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്തതൊന്നും അവനോട് പറയാൻ നിൽക്കണ്ട. മീനാക്ഷിയമ്മ മകൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. പറയേണ്ടതും പറയേണ്ടാത്തതും എന്തൊക്കെയാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, അവൾ പറഞ്ഞു. അപ്പ അടി ഉറപ്പാ. ചെല്ലം പറയുന്നത് അവൾ കേട്ടു. ദേ, നീ മിണ്ടണ്ടടാ. അവൾ കൃത്രിമ കോപം നടിച്ചു. എടി മോളെ, മീനാക്ഷിയമ്മ തിരക്കി. മറ്റന്നാ ജയിലിൽ നിന്ന് വിട്ട ശിവജി എപ്പോഴിങ്ങെത്തും? അവർക്ക് അതറിയണം. ഇനിയുള്ള ഓരോ നിമിഷവും ആ അമ്മയ്ക്ക് ഓരോ യുഗങ്ങളാണ്. അതറിയത്തില്ല അമ്മേ. എപ്പോഴാ അവിടുന്ന് വിടുന്നെന്ന് അറിഞ്ഞാൽ കണക്ക് കൂട്ടി നോക്കായിരുന്നു. ഏതായാലും ഒന്നുറപ്പാ, ഒന്നുകിൽ മറ്റന്നാൾ രാത്രി, അല്ലെങ്കിൽ അടുത്ത പകൽ. തൻ്റെ ഹൃദയതാളം മുറുകുന്നത് പോലെ തോന്നി മീനാക്ഷിയമ്മയ്ക്ക്. നേരം ഉച്ചയോടടുത്തു. ചന്ദ്രൻ ജീപ്പിൽ നിന്ന് ചാടിപ്പോയെന്ന് പറഞ്ഞ് ഹെഡ് കോൺസ്റ്റബിൾ തോമസ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് വീണ്ടും ചുരക്കുളത്തെത്തി. ചന്ദ്രന്റെ വീടും പരിസരവും തിരയുന്നതായി ഭാവിച്ചു. അയൽക്കാരെ ചോദ്യം ചെയ്തു. ചുരക്കുളത്തെ ജനപ്രതിനിധികളും മറ്റും ഇടപെട്ടു. ചന്ദ്രനെ പിടിക്കാൻ ഞങ്ങളും കൂടി സഹായിക്കാൻ സാറേ. പക്ഷേ ഈ 2 ശവങ്ങൾ ഇവിടെ ഇങ്ങനെ തൂങ്ങി നിന്നാ മതിയോ? പറഞ്ഞയാളിനെ തോമസ് ചാക്കോ രൂക്ഷമായി ഒന്ന് നോക്കി. 3-ാം CI ആന്റണി സാറിന് ഫോൺ ചെയ്തിട്ടുണ്ട്. ആരോ പറയുന്നത് തോമസ് ചാക്കോ കേട്ടു. അയാൾ ഒന്ന് ഞെട്ടി. ആന്റണി സാർ വന്നാൽ കാര്യം കീഴ്മേ മറിയും, അയാൾക്കുറപ്പായി. അതോടെ പെട്ടെന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡികൾ അഴിച്ചിറക്കി. ആംബുലൻസ് വരാനുള്ള ഏർപ്പാട് ചെയ്തു. ആളുകൾ ആരും വീടിനുള്ളിലേക്ക് കയറാൻ സമ്മതിക്കാതെ വാതിൽക്കൽ പോലീസിനെ നിർത്തി. ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കത്തക്ക തരത്തിൽ ഫർണിച്ചറുകൾ നീക്കിയിട്ടു. പിന്നെ തോമസ് ചാക്കോ ലെനിനുമായി ഫോണിൽ ബന്ധപ്പെട്ടു. ലെനിൻ, ഒരു പ്രശ്നമുണ്ട്. ആന്റണി സാർ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നേക്കും. താൻ പറയുന്നത് മറ്റാരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നറിയാൻ തോമസ് ചാക്കോ ചുറ്റും നോക്കി. എങ്കിൽ സൂക്ഷിക്കണം സാറേ. ആന്റണി വരും മുമ്പ് ബോഡികൾ അവിടെ നിന്ന് മാറ്റണം. സൂയിസൈഡ് ആണെന്ന കാര്യത്തിൽ സാർ ഉറച്ചു നിന്നാൽ മതി. മറയൂരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ക്രമീകരണം ഞാൻ ചെയ്യാം. അടിമാലിയിൽ നിന്ന് പോലീസ് സർജനെ ഇങ്ങോട്ട് വരുത്താം. അദ്ദേഹം എൻ്റെ ആളാ. അത് മതി. പക്ഷേ ആന്റണി സാറിന് സംശയം തോന്നിയാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബോഡികൾ മാറ്റാൻ പറയും.
തോമസ് ചാക്കോയ്ക്ക് ഉൾഭയം തോന്നി. സംശയം തോന്നരുത് സാറേ. ആത്മഹത്യയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കേസുകൾ ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടല്ലോ. അതുണ്ട്, പക്ഷേ എന്തൊന്നും പാടില്ല. ബാക്കിയൊക്കെ എനിക്ക് വിട്ടേരെ. ആംബുലൻസിന്റെ ഒച്ച. ഞാൻ പിന്നെ വിളിക്കാം. ഫോൺ കട്ട് ചെയ്തിട്ട് തോമസ് ചാക്കോ വേഗം പുറത്തിറങ്ങി. വാതിൽ പൂട്ടി സീല് ചെയ്യാൻ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. ആംബുലൻസ് താഴെ റോഡിൽ തിരിച്ചു നിർത്തി. അയൽക്കാരുടെ കൂടി സഹായത്തോടെ ബോഡികൾ അതിൽ കയറ്റി. ഇന്നിനി പോസ്റ്റ്മോർട്ടം നടക്കുമോ സാറേ? വാർഡ് മെമ്പർ തിരക്കി. സാധ്യത കുറവാ. എങ്കിൽ ബോഡികൾ മോർച്ചറിയിലാക്കും. നാളെ പോസ്റ്റ്മോർട്ടം. മറയൂരെ ഹോസ്പിറ്റലിൽ മോർച്ചറി ഉണ്ടല്ലോ. ഞങ്ങളും കൂടെ വരണോ? വേണ്ട, ഞാൻ അറിയിക്കാം. തോമസ് ചാക്കോ മെമ്പറുടെ ഫോൺ നമ്പർ വാങ്ങി. പോലീസുകാർ വീടിന്റെ വാതിൽ സീൽ ചെയ്തിട്ടെത്തി. തോമസ് ചാക്കോയും സംഘവും ജീപ്പിൽ കയറി. ഡ്രൈവർ അത് സ്റ്റാർട്ട് ചെയ്തു. ജീപ്പ് മുന്നിലും ആംബുലൻസ് പിന്നിലുമായി നീങ്ങി. മറയൂർ മണ്ണാരപ്പെട്ടിയിൽ വാഹനങ്ങളെത്തി. അവ മറയൂർ ഗ്രാമത്തിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു. വില്ലേജ് ഓഫീസ് പിന്നിട്ട് മുന്നോട്ട് ചെന്ന വാഹനങ്ങൾ വലത്തേക്കുള്ള ഗേറ്റ് കടന്ന് സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ നിന്നു. പെട്ടെന്ന് തോമസ് ചാക്കോയുടെ കണ്ണുകൾ ഒന്നിടുങ്ങി. ഹോസ്പിറ്റലിന്റെ വാതിൽക്കൽ ഒരു പോലീസ് ജീപ്പ് കിടക്കുന്നു. അതിന്റെ മുൻ സീറ്റിൽ അസ്വസ്ഥനായി ഇരിക്കുന്ന ഒരു കാക്കിധാരിയെ അയാൾ കണ്ടു. CI ആന്റണി. തോമസ് ചാക്കോയുടെ ഹൃദയതാളം കൂടി. തലതിരിച്ച് അയാൾ പോലീസുകാരെ നോക്കി. അവരും വിളറി വിയർത്തുപോയിരുന്നു. ആംബുലൻസ് കണ്ടതും ആന്റണി ജീപ്പിൽ നിന്നിറങ്ങി. അയാളുടെ കൂടെ മറ്റൊരാളുമുണ്ടായിരുന്നു, കോൺസ്റ്റബിൾ പ്രഭാകരൻ. ഇരുവരും ആംബുലൻസിന് നേരെ നടന്നു വന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി.